വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? വന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നീ രേണുസുതി പുള്ളിക്കാരി ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. അതായത് എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് നമുക്ക് മന്ത്ലി ഒരു ഇന്ന എമൗണ്ടിൽ നമുക്കത് വിൽക്കാൻ പറ്റും. രേണുസുതി ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പുള്ളിക്കാരി ഇത് തുടങ്ങിയിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് സബ്സ്ക്രിപ്ഷൻ കയറി കേട്ടോ. അതായത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 815 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. പുള്ളിക്കാരി ചാർജ് ചെയ്യുന്ന മാസം 150 രൂപ വെച്ച് 815 ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം 1,46,700 രൂപ പുള്ളിക്കാരിക്ക് മാസം കിട്ടും. അത് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തുള്ള ആൾക്കാർ ചിലവർ ഈ ഇച്ചിരി 18+ ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെയാണ് നോർമലി ഇടാറ്. പക്ഷെ അങ്ങനെയല്ല, ഇതേ ടൈപ്പ് നോർമൽ ടൈപ്പായിട്ട് ചില ഫേമസ് സെലിബ്രിറ്റീസ് ഇതേപോലെ സബ്സ്ക്രിപ്ഷൻസ് പോലെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അവരുടെ 18+ കണ്ടന്റ് അല്ലാണ്ട് നോർമൽ ടൈപ്പായിട്ടുള്ള കണ്ടൻസ് ഇടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു തെറ്റുകാരനെയാണ്. എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തന്നെ 18+ കണ്ടന്റ് ഇടാൻ വേണ്ടി മാത്രമല്ല, അല്ലാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള സ്പെഷ്യൽ മൂമെൻറ്റ്സ് ഒക്കെ ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നൊരു ഇത്, അതാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത്. പക്ഷേ കുറേ പേര് വിചാരിച്ചത് 18+ കണ്ടന്റാണെന്ന് വെച്ചാൽ കുറേ പേര് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുള്ളിക്കാരുടെ അത് ലീക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി ഇപ്പോൾ കട്ടക്കലിപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 180 രൂപ അടുപ്പിച്ച് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ മണ്ടന്മാരായി പോയില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരിയുടെ സംസാരം. എന്തായാലും പുള്ളിക്കാരി ഒരു യൂട്യൂബറിനെ സംശയിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. സബ്സ്ക്രൈബ് ചെയ്തല്ലേടാ കൊച്ചു കള്ള, നീ എന്നാ കാണാനാണോ സബ്സ്ക്രൈബ് ചെയ്തത്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം അനാവശ്യം പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ളത്തെണ്ടി. നീ എന്നെ എന്തൊക്കെയാടാ വിളിക്കുന്നത്? അപ്പൊ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ച് എന്റെ വായിന്ന് നീ കേട്ടത് നിന്റെ പൂർവ്വകാല സുഹൃത്തം അത് നീ കരുതിക്കോ. അതുലെ നീ വീട്ടിലിരുന്നോണ്ട് കഥകൾ പഠിച്ചിരുന്നോണ്ട് കണ്ണാടി വെച്ചോണ്ട്. യെസ്, ഈ അതുൽ എന്ന് പറഞ്ഞാൽ അതുൽ വ്ളോഗ്സ് എന്ന യൂട്യൂബറാണ്. പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചേക്കാം. പുള്ളിക്കാരനും ഈ രേണുസുതിയും പുള്ളിക്കാരനും എന്ന് വെച്ച് കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ്. പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുൽ വ്ളോഗ്സ് ഈ രേണുസുതി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതുൽ വ്ളോഗ്സ് ഒരു വീഡിയോ ചെയ്യും. പുള്ളിക്കാരൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ മാന്യമായിട്ടാണ് അങ്ങനെ പുള്ളിക്കാരി തെറി വിളിച്ചുകൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. എന്നാലും പുള്ളിക്കാരൻ്റെ അഭിപ്രായം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളിക്കാരി ഇതേപോലെ സൈഡിൽ നിന്ന് ഇതേപോലെ പറയുന്നുണ്ട് അതുൽ വ്ളോഗ്സിനാണ് പുള്ളിക്കാരിക്ക് സംശയം. അതായത് അതുൽ വ്ളോഗ്സ് ആണ് ഇതേപോലെ ലീക്ക് ചെയ്ത് വിടുന്നതെന്നാണ് രേണുസുതി പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഈ സബ്സ്ക്രിപ്ഷൻ ഇതായിക്കോട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, അത് ലീക്ക് ചെയ്ത് വിടാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതേ ടൈപ്പ് ദാസേട്ടനായിട്ടൊക്കെ കുറേ ടൈപ്പ് വൈറൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസ്, അതായത് ഇഷ്ടം പോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ. ഈ ഓൺലൈൻ മീഡിയാസ് എന്തായാലും നിങ്ങളുടെ ചാനൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ നിങ്ങളുടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്തെങ്കിലും വൈറൽ ക്ലിപ്പ് കിട്ടാനായിട്ട് അവരാണ് ഈ വേറെ അക്കൗണ്ടിൽ നിന്ന് ലീക്ക് ആക്കുന്നത്. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓൺലൈൻ മീഡിയാസ് എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയാസ് എങ്കിലും നിങ്ങളുടെ സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കും. ഈ 815 സബ്സ്ക്രൈബർ ഒരു ഓൺലൈൻ മീഡിയ നിങ്ങളുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ അത് ഇവരുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഇതേപോലത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നവർക്ക് പുള്ളിക്കാരി എതിരെ കേസിന് പോകുന്ന രീതിയിലാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പെയ്ഡ് സബ്സ്ക്രിപ്ഷന് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കായിട്ട് തന്നെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ റിയാക്ഷൻ ഓളികൾക്ക് എല്ലാവർക്കും എതിരെ അവനാണോ അവളാണോ ഇവർക്കെല്ലാം എതിരെ ഞാൻ കേസിന് പോവാണ്. ഞാൻ ഇപ്പൊ തന്നെ കേസിന് പോകണം. ആർക്കാണ് നഷ്ടപരിഹാരം തരേണ്ടതെന്ന് കോടതി തീരുമാനിച്ചോളും. മനസ്സിലായി? ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ അല്ലാതെ. അപ്പൊ എന്നോട് മാത്രമാണ് ഇവർക്ക് കടി. ഞാൻ തീർത്ത് കൊടുക്കാം. കാരണം സബ്സ്ക്രിപ്ഷൻ ചെയ്തവരൊക്കെ മണ്ടന്മാരാകത്തില്ലേ? അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? യെസ്, പുള്ളിക്കാരി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആരാണോ പുള്ളിക്കാരുടെ ഇത് എക്സ്ക്ലൂസീവ് കണ്ടൻസ് ലീക്ക് ചെയ്യുന്നത് അവർക്ക് എല്ലാത്തിനെതിരെയും പുള്ളിക്കാരി കേസിന് പോകുന്നതാണ് പുള്ളിക്കാരി പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരി ഒരു സ്റ്റോറി പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറിയും കൂടെ ഞാൻ ഒന്ന് വായിച്ചു തരാം. വ്ളോഗേഴ്സേ, എൻ്റെ സബ് സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാരോട് എല്ലാവന്മാരോടും സബിൽ ന്യൂ പിക്ക് ഇടും, ആ ഓടിപ്പോയി എടുത്തു നീയൊക്കെ റിയാക്ഷൻ ഇടുക. രേണു ഇനിയും ഇടും, നീയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നോ.
ഒന്നാമത്തെ കാര്യം, ഇത് പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന വേറൊരാളാണെന്ന് തോന്നുന്നു. വെച്ചാൽ ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളമേ അറിയത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഈ സ്വന്തം രീതിയിൽ ടൈപ്പ് ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത്രയും പഠിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് അപ്ലോഡ് ചെയ്തത്. എന്നാലും പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത്. പുള്ളിക്കാരി എന്തായാലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സംശയിക്കുന്നത് അതുൽ വ്ളോഗ്സിനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുൽ വ്ളോഗ്സിൻ്റെ ചാനൽ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഭൂരിഭാഗം ഒരു 90% അതുൽ വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണുസുതി കാണും. അപ്പോൾ രേണുസുതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിനെ തകർക്കാനായിട്ട്, അതായത് ഈ 1.5 ലക്ഷം രൂപ, ഏകദേശം മാസം 1.5 ലക്ഷം രൂപ പുള്ളിക്കാരിക്ക് കിട്ടും. ആ 1.5 ലക്ഷം രൂപ കിട്ടാതിരിക്കാനായിട്ട് പുള്ളിക്കാരിയെ തകർക്കാനായിട്ട് അതുൽ വ്ളോഗ്സ് ചെയ്ത പരിപാടിയാണെന്നാണ് രേണുസുതി പറഞ്ഞത്. ഇപ്പോൾ ഈ പണ്ട് അതുൽ വ്ളോഗ്സിനെതിരെ ഈ രേണുസുതി ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് കോട്ടയത്തെങ്ങാണ്ടാണ് കൊടുത്തത്. അപ്പോൾ അന്ന് FIR ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ രേണുസുതിനെ കളിയാക്കിയായിരുന്നു, ഇപ്പോൾ ഓടിച്ചു വിട്ടായിരുന്നു. അതായത് അതുൽ വ്ളോഗ്സിനെതിരെ കേസ് എടുക്കാൻ പറ്റത്തില്ല, ഇത് കേസ് എടുക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലെന്ന് പറഞ്ഞാൽ ആ രേണുസുതി വിട്ടെന്ന്. രേണുസുതി ഭയങ്കര കരച്ചിൽ, മീഡിയാസിൻ്റെ ഒക്കെ മുന്നിൽ ഭയങ്കര കരഞ്ഞ് എനിക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി പിന്നെയും കുറേ പേരെ വിളിച്ചു വരുത്തി. അങ്ങനെ പിന്നെ അവസാനം FIR ഇട്ടു, വേറെ സ്റ്റേഷനിൽ കേട്ടോ, ആ കോട്ടയം സ്റ്റേഷനല്ല, വേറെ സ്റ്റേഷനിൽ FIR ഇട്ടു. ഇപ്പോൾ ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് നടപടിയാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ, നമ്മുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 19 നമുക്കിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്നുണ്ട്, നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാം. ഇതും ഒന്നാമത്തെ കാര്യം, തെറി വിളിക്കാത്ത പക്ഷം, അതായത് ഒരാളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുകയും തെറി വിളിക്കാത്ത പക്ഷം എന്ത് വീഡിയോ ചെയ്താലും അത് നിലനിൽക്കത്തില്ല. ഇപ്പോൾ പുള്ളിക്ക് രേണുസുതിനെ തെറി വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാളെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ IT സെക്ഷനിൽ പെടും, വലിയ കേസാണ്. പിന്നെ പുള്ളിക്കാരെ സെക്ഷുവലായിട്ട് എന്തെങ്കിലും അബ്യൂസ് ചെയ്യുകയാണെങ്കിലും അതും കേസ് വരും, അത് പണി കിട്ടും. അല്ലാത്ത പക്ഷം നോർമലായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ, അതായത് രേണുസുതിയുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാർ കേസ് കൊടുത്താലും ആ കേസ് നിലനിൽക്കത്തില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പുള്ളിക്കാരുടെ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് കാണാം. സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷന് ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാര് ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. യെസ്, അതാണ് പുള്ളിക്കാരി. അതായത് പുള്ളിക്കാരെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ബാക്കിയുള്ള സെലിബ്രിറ്റിയുടെ സബ്സ്ക്രിപ്ഷൻ എന്താ, ബാക്കിയുള്ള സെലിബ്രിറ്റിയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്താ ടാർഗറ്റ് ചെയ്യാത്തതെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. അതായത് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ആരെയും ലീക്ക്, ഈ 800-ൽ ആരെങ്കിലും ഒരാൾ ഓൺലൈൻ മീഡിയാസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാം ലീക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബർ എന്തായാലും ഓൺലൈൻ മീഡിയാസിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയിരിക്കും, അയാൾ എന്തായാലും ലീക്കാക്കും. അത് എത്ര പറഞ്ഞാലും സെലിബ്രിറ്റിയുടെ ഇതാണെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും അത് അവർ ലീക്കാക്കിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് തടയാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ഈ അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും 18+ കണ്ടന്റ് തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ചിലവരൊക്കെ, ചില വ്ളോഗേഴ്സൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്, അതായത് ഫോളോവേഴ്സിന് ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന രീതിയിലാണ് അത് കൊടുത്തത്. അതിനാണല്ലോ മാസം ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുടക്കുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ ഞാൻ രേണുസുതിയുടെ ഒപ്പമാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ജീവിതമാർഗ്ഗമാണ്. പുള്ളിക്കാരിയെ പട്ടിണി കിടക്കുന്ന സമയത്തൊന്നും സഹായിക്കാനായിട്ട് ആരും ചെന്നില്ല. പുള്ളിക്കാരുടെ ജീവിതമാർഗ്ഗമായിട്ട് ഒരു രീതിയിൽ, ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ പുള്ളിക്കാരി കുറേ ഷോർട്ട് ഫിലിമോ അങ്ങനെ കുറേ കാര്യങ്ങൾ അഭിനയിച്ച് പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുതിയൊരു ഇത് തുടങ്ങി. പുള്ളിക്കാരിക്ക് ഏകദേശം 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, 1.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ട്. നമ്മുടെ ഫേമസ് ആയിട്ട് നടി അനഘ കൃഷ്ണ, പുള്ളിക്കാരിക്ക് പോലും ഇത്ര സബ്സ്ക്രൈബർ, പുള്ളിക്കാരുടെ ഞാൻ ഇത് സൈഡിൽ വെച്ച് കാണിച്ചു തരാം. അതായത് പുള്ളിക്കാരിക്ക് പോലും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല. പക്ഷേ രേണുസുതിക്ക് അത്രയും ഫാൻസ് ഉണ്ടായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്ര ഇത് കിട്ടിയത്. അത് ചെറിയൊരു കാര്യമല്ല, ഇത്രയും സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത് ചെറിയൊരു കാര്യമല്ല. അത് പക്ഷേ പുള്ളിക്കാരി സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ലൈഫ് ചൂഷണം ചെയ്യാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ഇതായിക്കോട്ടെ, അതായത് അവർ പട്ടിണി കിടക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചോട്ടെ, നമുക്ക് അവരുടെ ജീവിതമാർഗ്ഗം ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. അത് അവരുടെ ചോയ്സാണ്. പിന്നെ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ചിലവരുടെ ക്രിട്ടിസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത് തെറ്റായ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവരുടെ ജീവിതമാർഗ്ഗം മുടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതേപോലെ കാര്യങ്ങൾ ലീക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുള്ളിക്കാരിയുടെ ഫോട്ടോസ്, അതായത് വലിയ ആനമുട്ട ഫോട്ടോസൊന്നുമല്ല, നോർമൽ ടൈപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ തന്നെയാണ് പുള്ളിക്കാരി ഇടുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കും, ഞാൻ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, 2 ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരുടെ ഇത് ഓൺലൈനിൽ ഇറങ്ങുന്നത്, പിന്നെ വെറുതെ എന്തിനാണ് എൻ്റെ പൈസ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറയും. അങ്ങനെ പുള്ളിക്കാരി വരുമാനം ഇല്ലാണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. അപ്പോൾ
അങ്ങനെ ചെയ്യുന്നത് തെറ്റ്. അതായത് ഒരാളുടെ ജീവിതമാർഗ്ഗം മുടക്കിയിട്ട് ഇതേപോലത്തെ കോപ്രായങ്ങൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കട്ടെ, അത് നല്ല കാര്യം. അത് കേസ് കൊടുക്കട്ടെ, അത് മുമ്പോട്ട് പോട്ടെ, നല്ലൊരു കാര്യം തന്നെയാണ്. മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന. പുള്ളിക്കാരി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരി ഇതേപോലത്തെ ലീക്ക് ചെയ്യുന്ന പുള്ളിക്കാരി കേസ് കൊടുത്തോട്ടെ, നല്ല കാര്യം തന്നെ. കേസ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ പേഴ്സണൽ ഫോട്ടോസ് ലീക്ക് ചെയ്യുന്നത് വലിയ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരി അത് ലീക്ക് ചെയ്യുന്നവരെ പിടിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി വ്യക്തമായി പറയുന്നുണ്ട്, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ കണ്ടന്റ്സ് തരുന്നില്ലേ, ആ കണ്ടന്റ്സിനെയാണ് ഓരോരുത്തർ ഈ അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഞാനിത് ഓരോരോ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇട്ട് തരുന്നില്ല. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ പുള്ളിക്കാരി ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്നതൊക്കെ ഇതേപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനായിട്ട് തന്നെയാണ്. അങ്ങനെ റിയാക്ഷൻ ഈ അതുൽ വ്ളോഗ്സ് പോലെയുള്ള ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇത്രയും റീച്ച് കിട്ടിയത്. അതുൽ വ്ളോഗ്സിൻ്റെ ഇതൊന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരി രേണുസുധീനെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ റോസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. പുള്ളിക്കാരൻ അപ്പം തന്നെ ഇത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുൽ വ്ളോഗ്സ് വഴി പുള്ളിക്കാരിക്ക് രേണുസുധിക്ക് കുറേ റീച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരി റോസ്റ്റ് ചെയ്ത് പുള്ളിക്കാരിക്ക് കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രണ്ടുപേരുടെ വഴിക്ക് ഭയങ്കര ഫേമസ് ആണ്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ നീ വീട്ടിലിരുന്നോണ്ട് കഥകൾ അടച്ചിരുന്നോണ്ട് കണ്ണാടി വെച്ചോണ്ട് കുണുകുണാന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ കുറ്റം, രേണുസുധിന്റെ കുറ്റം ഏറ്റവും കൂടുതൽ പറയാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ. മോനെ, നീ പുറത്ത് വന്ന് കളിക്കണം നേർക്ക് നേരെ. നീ ആണാണെങ്കിൽ എന്റെ നേർക്ക് നേരെ വന്നിട്ട് ഈ കുറ്റം പറയണം. യെസ്, അതായത് ഈ രേണുസുധിക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ട്. അതായത് പുള്ളിക്കാരി കുറേ പേര് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര ഹേറ്റേഴ്സും ഉണ്ട്. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് രേണുസുധി ബിഗ് ബോസിൽ പോയ സമയത്ത് കയറുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ടായിരുന്നു കയറിയത്. അതായത് ഭയങ്കര നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ നെഗറ്റീവ് ആവാനൊരു ഇതില്ല. അങ്ങനെ കയറിയൊരു ക്യാരക്ടർ അവിടെ എത്തിയിട്ട് ഹൗസിൽ എത്തിയിട്ട് ഒരു 10-25 ദിവസം നിന്നു. പുള്ളിക്കാരിയുടെ ക്യാരക്ടർ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അവിടെയുള്ള വെച്ച് പുള്ളിക്കാരി വേറെ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല, പുള്ളിക്കാരി ഒരു പാവമാണെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളിക്കാരി വെറും പാവമാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ പേർക്ക് പുള്ളിക്കാരി പിന്നെ ഇഷ്ടമായി തുടങ്ങി. അതായത് 100% നെഗറ്റീവ് ആയിരുന്ന ഒരാളെ 100% പോസിറ്റീവ് ആക്കി ബിഗ് ബോസ് പ്ലാറ്റ്ഫോം അവിടെ നിന്ന് ഇറങ്ങി. പുള്ളിക്കാരി തന്നെ ഇറങ്ങിപ്പോയതാണ്, അല്ല ഔട്ടാക്കി പോയത്. പുള്ളിക്കാരി അത്യാവശ്യം വോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും നെഗറ്റീവിലോട്ട് 100% നെഗറ്റീവിലോട്ട് മാറിയതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ ജീവിക്കുന്ന രീതി പുള്ളിക്കാരിയുടെ ചോയ്സാണ്. പുള്ളിക്കാരിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പുള്ളിക്കാരി വീഡിയോ, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. അതിൽ ഈ പറയുന്ന കാര്യത്തിൽ, അതായത് ഇപ്പോൾ രേണുസുധി പറഞ്ഞൊരു ടോപ്പിക്, അതായത് എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണ് ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരുടെ ജീവിതമാർഗ്ഗം മുടക്കിയിട്ട് ഇതേപോലത്തെ ഒരു പരിപാടി ചെയ്യുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ ഞാൻ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.